തലയ്ക്കുമീതെ പാറമടയിൽ നിന്നും നീക്കിയ കൂറ്റൻ മൺകൂന. മഴ തുടങ്ങിയതോടെ മൺകൂനയിൽ നിന്നുമുള്ള കല്ലും മണ്ണും താഴ്വാരത്തെ വീടുകളിലേക്ക്. പട്ടാമ്പി ആമയൂർ എരുമത്തടം നിവാസികൾ ആശങ്കയിൽ. മഴ തുടങ്ങിയതോടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ആമയൂർ എരുമത്തടം നിവാസികൾ ഭീതിയിലാണ്. വയനാട്ടിലെ കള്ളാടി ദുരന്തത്തിന്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ് എരുമത്തടം നിവാസികൾക്ക് മുന്നിലുള്ളത്. എരുമത്തടം പ്രദേശത്ത് കുന്നിന് മുകളിൽ പ്രവർത്തിക്കുന്ന കോറിയും ഇവിടെ കൂട്ടിയിട്ട ടൺ കണക്കിന് മൺകൂനയുമാണ് പ്രദേശത്തുകാരുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയായിരിക്കുന്നത്. കൂട്ടിയിട്ട മണ്ണ് മഴയത്ത് കുത്തിയൊലിച്ച് താഴ്വാരത്തെ വീടുകളിലേക്ക് എത്തിയതാണ് ആശങ്ക പടർത്തുന്നത്. ഈ കാണുന്നത് ആമയൂർ എരുമത്തടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോറിയിലെ വേസ്റ്റ് കൊടുന്നിട്ടതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കോറി വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മണ്ണ് കൊടുന്നിട്ട് ഇവിടെ ഇട്ടതാണ്. അപ്പോൾ ഈ മഴയുടെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് വെള്ളം വരുന്ന സ്ഥലമാണിത്, അപ്പോൾ ഇങ്ങോട്ട് മണ്ണ് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വരില്ല, കല്ല് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്നലത്തെ മഴക്ക് ഞങ്ങൾ ഈ താഴത്തുള്ള നമ്മളെ 2-3 വീട്ടിലൊക്കെ ഈ വെള്ളവും ചളിയും കൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുകളിൽ പറഞ്ഞാൽ ഒരുപാട് ദൂരക്ക് ഹൈറ്റിൽ മണ്ണ് കിടക്കുക. അവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ കയറി നോക്കുമ്പോൾ വലിയ വിള്ളൽ പോലെ വന്നിട്ടാണ് നിൽക്കുന്നത്. ഈ മണ്ണ് കംപ്ലീറ്റ് ഏത് നിമിഷം മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് തള്ളി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, 10-60ഓളം വീടുകളുള്ളതാണ് ഈ താഴത്ത്. അപ്പോൾ വയനാട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ആ ഒരു പേടിയിലാണ് ഇപ്പോൾ രാത്രി ഇവിടെ താമസിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കണത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മണ്ണ് മാറ്റി തരാനുള്ള ഒരു നടപടി ഉണ്ടാവണം. അതാണ് ഇപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കോറിയും പാറമടിയും ക്രഷറൊക്കെ പാടെ പ്രവർത്തിച്ചിരുന്നു. അത് ഇവിടുത്തെ വീട്ടുകാർക്ക്, അതായത് ഈ പരിസരത്തുള്ള താമസക്കാരും വീട്ടുകാർക്ക് ശല്യമായിക്കൊണ്ട് പൊടിയും മറ്റുള്ള കല്ലുകൾ വന്ന് വീണിട്ടും പൊടി വന്ന് വീണിട്ടും ശല്യമായി അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ നിയമവലിക്ക് പോയി കളക്ടർക്കും മറ്റുള്ളതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ കഴുത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളക്ടർ ഓഫീസിലൊക്കെ ഒരു 4-5 പ്രാവശ്യം പോയി ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണത്തോടുക്കനെ എങ്ങനെയായാലും ആ കോറി നിന്ന് പോയിട്ട് വർഷങ്ങളായി, 5-8 വർഷമായിട്ടുണ്ടാവാനാണ് സാധ്യത. അതിൽ കൂടുതലല്ലാതെ കുറയില്ല. ഇപ്പോൾ ഒരു പുതിയ പാർട്ടി സ്റ്റേറ്റിൽ നിന്ന് ഇവിടുന്ന് വന്നിട്ട് അവർ പുതിയ കോറിയൊക്കെ ഇവിടെ നടത്താൻ വേണ്ടി കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അതിൽ വലിയ പാറമട തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ പഴയ കോറിയിൽക്കൊക്കെ മണ്ണ് തള്ളിയും കൊണ്ട് ഇവരിവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. മഴ പെയ്താലുള്ള വെള്ളങ്ങളൊക്കെ ഒലിച്ചു വന്ന് ഞങ്ങളുടെ പറമ്പിലും വീടുകളിലും കുട്ടികൾക്കും വീട്ടുകാർക്കും മൊത്തം ശല്യം. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ദൂരപരിധി മണ്ണ് കിടക്കുന്നത് എത്രയും ഉയരത്തിലാണ്. വലിയ കുന്നുപോലെ മണ്ണ് പൊടിമണ്ണ് കൊടുന്ന് കൂട്ടിയിരിക്കുകയാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴയും വെള്ളവും ഒക്കെ പാടെ കുറ്റൊലിച്ച് വന്ന് ഇവിടെ വന്നാൽ കാണാം. ഈ ഭാഗത്ത് വീട്ടിലുള്ള പൾപ്പുകൾക്കൊക്കെ വന്നാൽ കാണാം. പഞ്ചായത്തിലെ 12ാം വാർഡ് ഉൾപ്പെടുന്ന എരുമത്തടം കുന്നിന് മുകളിലാണ് കരിങ്കൽ കോറിയുടെ പ്രവർത്തനം. വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന കരിങ്കൽ കോറി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇതിന് സമീപത്താണ് 6 മാസങ്ങൾക്ക് മുമ്പ് എല്ലാവിധ അനുമതിയോടെയും മറ്റൊരു കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളുണ്ടായില്ല. പുതിയ കോറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്ത ടൺ കണക്കിന് മണ്ണാണ് ഇവിടെ കൂനയായി ഉയർന്നു നിൽക്കുന്നത്. ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. 60ലേറെ വീടുകൾ കോറിക്ക് താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴ ശക്തമായതോടെ മൺകൂനയിൽ നിന്നും വലിയ തോതിൽ മണ്ണും ചെളിവെള്ളവും താഴെയുള്ള വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. വയനാട്ടിൽ ഉണ്ടായതുപോലെ കനത്ത മഴയിൽ മുഴുവൻ മണ്ണും ഇടിഞ്ഞ് എത്തുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്.